ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് സുബൈർക്ക് വിളിക്കുമ്പോൾ വിഷ്ണു കയറി വരുന്ന കേട്ടോ. ഈ സമയം സുബൈർക്കാണോ? അതെ, നിന്നെ ഞാൻ ഇവിടെ കൊടുന്നാക്കിയത് ഈ പ്രദേശത്തോട്ട് ആരും തന്നെ വരില്ല. ഇനിയിപ്പോ ആരെങ്കിലും കടന്നു കൂടുകയാണെങ്കിൽ നിനക്ക് ചുറ്റും ഇവിടെ കാവലുകളായി ആളെ നിർത്തിയിട്ടുണ്ട്. നീ യാതൊരുവിധ പേടിയും പേടിക്കണ്ട. ഇത് കേട്ടു വിഷ്ണു പറയാണ്, എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. പക്ഷെ എനിക്ക് എന്നെ കുറിച്ചിട്ടല്ല ടെൻഷൻ, എന്റെ ഷാനിയെ കുറിച്ച്. അവളുടെ കസാല തെറിപ്പിക്കാനുള്ള പണിയാണ്. കമലൻ പറയുന്നത് വളരെ ശരിയാണ്. അത് കേട്ടോ ഉടനെ, എടാ നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? തീർച്ചയായും ഉണ്ട്. നമ്മുടെ അടുത്തുള്ള ഒരാൾ തന്നെയാണ് നമ്മളെ ഒറ്റിക്കൊടുത്തത്. അത് കേട്ട ഉടനെ, എടാ യൂണിയൻ ഭർത്താവ് അവനാണോ? യെസ്, അവൻ തന്നെ എന്ന് സുബൈർക്കാട് പറയുമ്പോ ഉടൻ തന്നെ വിഷ്ണു ഇത് പറഞ്ഞ ഉടൻ തന്നെ സുബൈർക്ക് പറയണം, ആഹാ, അവനാണെങ്കിൽ ഇതിന്റെ ഉറവിടം എവിടെ നിന്ന് സ്റ്റാർട്ടായി നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അത് വേണം. എനിക്ക് ഈ ഒളിഞ്ഞു കഴിയൽ ശാശ്വതമല്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും നീ ഇത്ര തൊട്ടരികിലുണ്ട് എന്നുള്ളത് അറിയാതിരിക്കാനാണ് ഞാൻ നിന്നെയും കൊണ്ട് 10 കിലോമീറ്റർ ചുറ്റി വലിഞ്ഞ് ഇങ്ങോട്ട് എന്നെ തിരിച്ചു വന്നത് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇതേസമയം വിഷ്ണു പറയണേ, ഞാൻ അങ്ങനെ പത്തി മടക്കി ഒതുങ്ങിയിരിക്കാനല്ല വന്നിരിക്കുന്നത്. എന്റെ മുന്നിലോട്ട് ആര് വരുന്ന അവരുടെ തലവെട്ടി മുന്നോട്ട് പോവുക തന്നെയാണ് എന്റെയും തീരുമാനം എന്ന് പറയുന്നു. പിന്നീടാണെങ്കിലും സത്യഭാമ ഒരുപാട് ആളുകൾക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ തന്റെ ഫോണുകളൊന്നും വിളിക്കുന്നില്ല. ഈ സമയം രാഘവൻ പറയണേ, എടുക്കില്ല, നിന്റെ ഫോൺ എടുക്കില്ല, അറിഞ്ഞും കൊണ്ട് എടുക്കുകയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അവനോട് പലവട്ടം ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള പണിക്ക് നിൽക്കണ്ടെന്ന്. എന്നിട്ട് എന്റെ ആ ഒരു വാക്കിന് വില കൊടുക്കാതെ അവൻ അവന്റെ ഇഷ്ടത്തിന് പോയില്ലേ. ഇതൊക്കെ കഷ്ടകാലം, അല്ലാതെ എന്ത് പറയാനാണ് എന്നും രാഘവൻ പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ കാണിക്കുന്നത് ഷാനിയാണ്. ഷാനി കളക്ടറേറ്റിലോട്ട് വരുമ്പോഴേക്കും ജോൺ എബ്രഹാം അവിടെ വേണ്ട പണികൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ഒരുപാട് പോസ്റ്ററുകൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ടാവും, ഒരു മീഡിയക്കാരെയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചോദ്യം ചെയ്യണം. അവർ വന്നിറങ്ങുമ്പോൾ ഈ പോസ്റ്ററുകൾ കണ്ടാൽ തന്നെ അവരുടെ നെഞ്ചു കുടുങ്ങുന്ന അത്രയും വേദന തന്നെ ഉണ്ടാക്കുന്ന പോസ്റ്ററാണ്. ഇത് കണ്ട് അറപ്പും വെറുപ്പും തോന്നി അവർ തിരികെ പോകുന്നത് നമുക്ക് കാണാം. അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് ചോദ്യം ചെയ്യാൻ പറയണം. എന്തായാലും നിങ്ങൾ ഇപ്പം മറിഞ്ഞു നിൽക്കി പോസ്റ്ററുകൾ കാണുന്ന വിധത്തിൽ അവരൊന്ന് കുറച്ചു നേരം ഷോക്കായി നിൽക്കട്ടെ എന്ന് പറയണ്ട. അപ്പോഴാണ് അനുപനവിൽ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പൊ തൊട്ടരികിലുള്ള അവനോട് ചോദിക്കുന്നുണ്ട്, നമ്മളൊക്കെ ഈ കളക്ടറിലെ ഓഫീസിൽ പണിയെടുക്കുന്ന സ്റ്റാഫുകളല്ലേ, നമുക്ക് വേണ്ടി ഷാലിനി മേഡം എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അതൊക്കെ മറന്ന് ഷാലിനി മേഡത്തിനെതിരെ ഈ പോസ്റ്ററുകൾ തയ്യാറാക്കുമ്പോൾ ഒട്ടിക്കുമ്പോൾ ഒന്ന് തടയാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ഷാലിനി വന്നിറങ്ങുന്നത് കേട്ടോ. ഷാലിനി വന്നിറങ്ങിയിടം തന്നെ കാണുന്നത് ഇതിന്റെ രാജാവ്, തലയൻ, പടയാളി എന്നൊക്കെ പറഞ്ഞ് പല വിധത്തില് തൊഴിലൊഴുകി പോകുന്ന അത്രയും വലിയ പോസ്റ്ററുകൾ ഒട്ടിച്ച് കാണുമ്പോൾ തനിക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. തന്റെ മനസ്സിനൊരു വേദനയാണ് തോന്നുന്നത്. അങ്ങനെ ഷാലിനി ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷെ ഷാലിനി പതറില്ല, മറ്റുള്ളവർക്ക് മുന്നിൽ അത് കാണിക്കില്ല. അങ്ങനെ ഷാലിനി വന്നിറങ്ങിയ അവിടെ തന്നെ അനുപലവി ആ പോസ്റ്റർ കയറാൻ ഒരുങ്ങുമ്പോൾ, അനു എന്താ നീ ചെയ്യുന്നത്? മേഡം, ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ പോസ്റ്ററുകൾ മേഡത്തിന് വേദന ഉണ്ടാക്കും. അതൊന്നും കുഴപ്പമില്ല അനു, എന്തിനീ ഈ പോസ്റ്റർ ചെയ്തിടും. പക്ഷെ ഇത് ചെയ്തിട്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിനും വലിയ പോസ്റ്റർ ഇവിടെ വന്നു ചേരും. അവിടെ ഒട്ടിച്ചോട്ടെ, അവരെ എഴുതാൻ പറ്റുന്നവർ എഴുതട്ടെ. ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എനിക്കിതിനെ കുറിച്ച് യാതൊരു സങ്കടവും ടെൻഷനും ഇല്ല എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ജോൺ എബ്രഹാം മീഡിയക്കാരോട് പറയുന്നത്, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധത്തിൽ ആ തരത്തിലുള്ള ആ ഒരു വാക്കുകൾ ഞാനങ്ങ് പറയുമ്പോൾ തീർച്ചയായും ഇതോടുകൂടി ഇതിനൊരു പരിഹാരമാവും. എന്തായാലും അവർക്ക് വേദനിപ്പിക്കുന്ന വാർത്തകൾ പറഞ്ഞിട്ട് അവര് വേദനിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങളൊന്ന് വന്നേക്കണേ എന്നും പറഞ്ഞ് മീഡിയയോട് പറഞ്ഞിട്ട് ജോൺ എബ്രഹാം ഷാനിക്ക് മുന്നിൽ എത്താൻ കേട്ടോ. മേഡം, ഇതൊക്കെ ആരെ ചെയ്തു വെച്ചിരിക്കുന്നു മേഡം? ഞാൻ കണ്ടില്ല. എന്തായാലും ഞാനൊരു എ ഡി നിലക്ക് ഞാൻ ഇതിനുള്ള പരിഹാരം മേഡം ഞാൻ തീർച്ചയായും ചെയ്തിരിക്കും. അത് കേട്ടോടനെ ഷാനി, ആണോ? ആ തീർച്ചയായും മേഡം, ഞാൻ ഇത് ചെയ്യും. ഇങ്ങനെയൊക്കെ എഴുതാൻ പാടുമോ? എന്തൊരു കാട്ടിക്കുട്ടിലാണ് ഈ കാട്ടിക്കുട്ടിയിരിക്കുന്നത് മേഡം. എന്തായാലും ഇങ്ങനെയൊക്കെ എഴുതിയത് ശരിയായില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ന്യൂസ് പേപ്പറിന്റെ ആളുകൾ വരുന്ന മീഡിയക്കാർ വന്നു, മേഡത്തിന്റെ വീട്ടിൽ മേഡത്തിന്റെ ഭർത്താവിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പറഞ്ഞു കേൾക്കുന്നു. ഈ പറയുന്ന ന്യൂസുകളൊക്കെ ശരിയാണ്? ഏത് ന്യൂസ് ഇടോ എന്നിങ്ങനെ ഷാലി ചോദിക്കാൻ കേട്ടോ. ഏത് ന്യൂസുകൾ ശരിയാണ്? അല്ല മേഡം, മേഡത്തിന്റെ ഭർത്താവിനെ ഒളിപ്പിച്ചു വീട്ടിൽ വെച്ചിരിക്കുകയാണെന്ന്. എന്റെ ഭർത്താവിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക? എന്തിനു വേണ്ടി ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു? അത് കേട്ടോ. അല്ല, മേഡത്തിന്റെ ഭർത്താവിന്റെ വണ്ടിയിൽ നിന്ന് കഞ്ചാവോ സ്പിരിറ്റ് അങ്ങനെ എന്തോ പിടിച്ചു. എന്റെ ഭർത്താവിന്റെ വണ്ടിയിൽ നിന്ന് കഞ്ചാവാണോ അതോ സ്പിരിറ്റ് ആണോ അതോ കഞ്ഞിവെള്ളമാണോ അതോ വേറെന്തെങ്കിലും ആണോ പിടിച്ചതെന്ന് എന്റെ ഡ്യൂട്ടിയല്ല അന്വേഷിക്കേണ്ടത്, പോലീസിന്റെ ഡ്യൂട്ടി. അത് നിങ്ങൾ പറയുന്നു. ഞാൻ അറിയുന്ന ഭർത്താവ് അങ്ങനെ ചെയ്യില്ല. ഇനിയിപ്പോ എന്റെ ഭർത്താവിനെ മനഃപൂർവ്വം കൊടുക്കുകയാണെങ്കിൽ അതിനും പോലീസുകാർ കണ്ടെത്താനുണ്ട്. അല്ല മേഡം, മേഡത്തിന്റെ വീട്ടിൽ ഇങ്ങനെ കൊടുന്നു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. മേഡം ഒരു കളക്ടറല്ലേ, അപ്പൊ അതുകൊണ്ട് അതൊക്കെ തടയിടാനും മേഡത്തിന്റെ ഭർത്താവിനെ രക്ഷിക്കാനും കഴിയുമല്ലോ. അത് താൻ പറയുന്നതല്ലേ.
പക്ഷേ പോലീസുകാർക്കും മറ്റുള്ളവർക്കും രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ? നിങ്ങളെപ്പോലെയുള്ള മയക്കയും പിടിച്ച് തൂങ്ങി നടക്കുന്ന കാര്യമില്ലാത്ത സ്ഥലത്ത് ഓടി വരുന്ന നിങ്ങളെപ്പോലെയവർക്ക് പോലീസുകാരെ കൊണ്ട് എന്റെ വീട്ടിലോട്ട് വരാൻ ധൈര്യമുണ്ടോ? അത് കേൾക്കുന്ന ജോൺ അബ്രഹാനും മറ്റുള്ളവരെ ഞെട്ടി നിൽക്കുന്നു കേട്ടോ. എന്തൊരു ചോദ്യമാണ്, ഒന്നൊന്നര കിടിലൻ ചോദ്യം. തനിക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. മീഡിയക്കാർ വാ പൊളിച്ചു നിൽക്കാണ്. അല്ല, നിങ്ങൾ ഏത് ന്യൂസിന്റെ ആളുകളാണ്? അപ്പോഴേക്കും പെട്ടെന്ന് ജോൺ അബ്രഹാം ഇവരെ ഇന്ന ന്യൂസിന്റെ ആളുകളാണെന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സ്പാർക്ക് ഷാനിക്ക് സംഭവിച്ചിരിക്കുന്നു. അപ്പോഴെന്നെ മനസ്സിലായി ഇതിന്റെ പിറകിൽ കാണിച്ചത് ജോൺ അബ്രഹാം എന്ന് ഷാനിക്ക് മനസ്സിലായിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഷാലിനി പറയണേ, എന്തായാലും എന്നോട് വന്ന് ഓരോന്ന് ചോദിക്കേണ്ട. ഞാൻ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു പെണ്ണാണ്, ഞാനൊരു കലക്ടറാണ്. അതുകൊണ്ട് എന്റെ പരിധിക്ക് വരുന്ന എന്ത് ഇതാണെങ്കിലും ആരാണെങ്കിലും ഞാൻ അതിനുള്ള ഉത്തരവാദിത്തത്തോടു കൂടി നടപടി ചെയ്തിരിക്കും എന്നൊക്കെ ഷാലിനി പറഞ്ഞിട്ട് അവരോട് പോയിക്കൊള്ളാൻ പറയണം. അപ്പൊ അവര് പോവാണ്. അവർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അത്രയും തൊലിയിരിക്കുന്ന ചോദ്യങ്ങൾ ഷാലിനി മറുപടി അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇനി ചോദ്യമില്ല. അപ്പോൾ ജോൺ അബ്രഹാം പറയണേ, ഓരോന്ന് തൂക്കിപ്പിടിച്ച് വന്നോളൂ മാഡം, മാഡത്തിനെ അപമാനിക്കാൻ വേണ്ടി മാഡത്തിന്റെ ഭർത്താവ് കുടുങ്ങിയെന്ന് കണ്ടപ്പോൾ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ, എടോ തന്നോട് ഞാൻ 2 മിനിറ്റ് തനിക്ക് സമയം തരാം, അതിനുള്ളിൽ താൻ എന്റെ ക്യാബിനിൽ എത്തിയിരിക്കണം. 2 മിനിറ്റ് എന്ന് പറഞ്ഞു 2 മിനിറ്റ് എന്ന് പറയുന്നു കേട്ടോ. പിന്നെ ഒരു ഷാലിനി തന്റെ ക്യാബിനിൽ ചെന്നിരിക്കുകയാണ്. തന്റെ സീറ്റിലിരിക്കുമ്പോൾ ജോൺ അബ്രഹാം എത്തിയിരിക്കുന്നു. എന്താ മാഡം വിളിച്ചത്? താൻ എത്ര പണം കൊടുത്തടോ? എന്തിനു മാഡം, ഞാൻ എന്തിനു പണം കൊടുക്കുന്നത്? തന്നോട് ഞാൻ ചോദിച്ചത് താൻ എത്ര പണം കൊടുത്തടോ എന്നുള്ളതാണ്. അതിന് ഉത്തരം നൽകുക. അത് കേട്ടോട് തന്നെ, മാഡം ഞാൻ എന്തിനു പണം കൊടുക്കണം? നീ ആ ന്യൂസുകാരെ, ആ റിപ്പോർട്ടുകാരെ ഇവിടെ കൊണ്ടുവന്നതിന്? മാഡം ഞാൻ കൊണ്ടുവന്നല്ല. പിന്നെ എങ്ങനെയാടോ തന്റെ ഈ കള്ളത്തരങ്ങൾ എനിക്കറിയില്ലെന്ന് വിചാരിച്ചു? മാഡം, ഒരു നിരപരാധിയെ ഇങ്ങനെ വെറുതെ ശിക്ഷിക്കപ്പെടരുത്. കാരണം ഞാൻ മാഡത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെയായിരിക്കും. പക്ഷെ ഒരു കീഴുദ്യോഗസ്ഥനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചു മറുപടി നൽകാൻ കീഴുദ്യോഗസ്ഥനെ അറിയാട്ടോ എന്ന് പറഞ്ഞു. ഷാലിനി ടാബിൾ കെട്ടിപ്പൊട്ടവിടുന്നു. ആടോ, തനിക്കറിയാമെങ്കിൽ എനിക്ക് തിരിച്ചും അറിയാടോ. താൻ എന്താടോ വിചാരിച്ചിരിക്കുന്നത്? ഞാനൊരു ഒന്നും അറിയാത്ത ഒരു പൊട്ടിയാണെന്നോ? താൻ ആ റിപ്പോർട്ടർ ചാനലിന്റെ പേര് ഞാൻ അവരുടെ മൈക്കയിൽ ശ്രദ്ധിക്കുമ്പോൾ അവർ എഴുതി വെച്ചത് എനിക്ക് പോലും തിരിയാതിരിക്കുമ്പോൾ തനിക്ക് എങ്ങനെ അത് കണ്ടു? അതിൽ നിന്ന് തന്നെ താൻ ഇതിന്റെ ഉത്തരവാദിയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് നോക്കുന്ന ജോൺ അബ്രഹാം അങ്ങ് ഞെട്ടിപ്പോകണേട്ടോ. എന്തായാലും എന്റെ ഭർത്താവ് ഇതിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് രക്ഷിച്ചെടുക്കാനും എനിക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള വേലത്തരങ്ങൾ എന്റെ ക്യാബിനിൽ ഇരിക്കുമ്പോൾ, എന്റെ കീഴുദ്യോഗസ്ഥനായിരിക്കുമ്പോൾ ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ ഒറ്റിക്കൊടുക്കുന്നതിന്റെ പരിപാടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ജോൺ അബ്രഹാനോട് അവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ, അനു മാഡം, ഇയാള് ചെയ്തിരിക്കുന്നത് അതെ, അവൻ എത്തിക്കും. അവൻ ആരാണെന്ന് അറിയില്ലേ? അവൻ എത്തിക്കേണ്ട സമയത്ത് തന്നെ ചന്ദ്രബോസിന് ചന്ദ്രബോസിന് അതുപോലെ തന്നെ സുസ്മിതയ്ക്ക് എത്തിച്ചു കൊടുക്കും. അവരുടെ ചാരനാണ് അവൻ. ഇവിടെ നടക്കുന്ന ഓരോ പണികളും അവനെ എല്ലാം അറിഞ്ഞുകൊണ്ട് അവൻ നമുക്കിട്ട് പണിയുകയാണ്. അതുകൊണ്ട് തന്നെ ചാരനാണ്, അവൻ എത്തിച്ചിരിക്കും എന്ന് പറയണേട്ടാ. ഇത് കേൾക്കുന്നതിനോട് കൂടി അനു ഞെട്ടി നിൽക്കണം. മാഡം, ഇനി എന്താ പണി എന്ന് ചോദിക്കുമ്പോൾ, ചെയ്യുന്നവർ ചെയ്യട്ടെ, എത്രത്തോളം പോകുമെന്ന് ഞാൻ നോക്കും. ലാസ്റ്റ് കലാശക്കോട്ടയുണ്ട്. നായക്ക് വടമിട്ടിട്ടും നായ ഒതുങ്ങുന്നില്ലെങ്കിൽ ചങ്ങലക്കിടണം, അതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചങ്ങലക്കിടേണ്ടവരെ ചങ്ങലക്കിടാനും എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഷാലിനി പതുങ്ങിയിരുന്ന് വെടിവെപ്പ് നടത്താനുള്ള പരിപാടിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഷാലിനി തിരിച്ചടി കൊടുക്കുന്നുണ്ട്. ഷാലിനി വിഷ്ണുവിനെ ഇതിൽ നിന്നും പുഷ്പം പോലെ രക്ഷിച്ചെടുക്കുന്നുണ്ട്. അവർക്ക് നല്ല തിരിച്ചടിയാണ് ഇനി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി അപ്കമിങ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.